ഇന്നത്തെ റെസിപ്പി ഒരു കൂൺകറി ആയാലോ? അതെ, വറുത്തരച്ച കൂൺകറി. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് കൂണ് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കഴുകി വൃത്തിയാക്കാം. പിന്നെ കുറച്ച് തേങ്ങ, ചുവന്നുള്ളി, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണേ. ഇനി നമുക്കതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്ക് ആ തേങ്ങയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇത് കുരുമുളക് പൊടിയും മീറ്റ് മസാലയും കൂടിയാണ്. ആദ്യം നമ്മൾ പൊടികളുടെ ഒപ്പം ഇട്ടില്ലായിരുന്നു, ഇത് രണ്ടാമത് ഇടുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മൂത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ ഈ അരപ്പ് ചൂടാറിയതിന് ശേഷം മാത്രം ഇടാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം മിക്സിയുടെ അടപ്പ് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തുറക്കുമ്പം മുഖത്തേക്ക് തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. നല്ല ചൂടുള്ള ഒരു സാധനം നമ്മൾ മിക്സിയിലിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രം അരയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ കൂണ് എടുത്ത് എണ്ണയിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ കൂണിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മൾ നേരത്തെ കഴുകി വെച്ചപ്പം അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂൺ കഴുകി വെച്ചപ്പോൾ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എക്സ്ട്രാ ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാത്തത്. ആവശ്യാനുസരണം ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. കുറച്ച് സവാളയും കറിവേപ്പിലയും കൂടി അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. അത് സോഫ്റ്റ് ആവുന്ന ആ ടൈമിലാണ് നമ്മൾ അരപ്പ് അരച്ചെടുത്തത്. ഇപ്പോൾ ദാ ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുക. നമ്മൾ കൂണും സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ വറുത്തരച്ച കൂൺകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും അഭിപ്രായം ഒന്ന് പറയണേ. താങ്ക് യു.